Hi dears and welcome to a new video. കേരളത്തിലെ പല ഓട്ടോണോമസ് കോളേജസിലും ഡിഗ്രി അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UG അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +2 മാർക്സ് വന്നല്ലോ, അതിൻ്റെ ബേസിസിൽ റിസൾട്ട് വന്നതിൻ്റെ ബേസിസിൽ പല ഓട്ടോണോമസ് കോളേജസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് UG അഡ്മിഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫറൂഖ് കോളേജിൻ്റെ ഡിഗ്രി അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ മറ്റ് കോളേജസിൻ്റെ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഫറൂഖ് കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഓട്ടോണോമസ് കോളേജാണ്. റീസെൻ്റ്ലി 2-3 ഇയേഴ്സ് ആയിട്ട് ഓട്ടോണോമസ് ആണ്. ഓട്ടോണോമസ് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, എന്താണ് ഓട്ടോണോമസ്, എന്താണ് എയ്ഡഡ്, എന്താണ് ഗവൺമെൻറ് എന്നിങ്ങനെ ഒരു കാറ്റഗറി. അപ്പം എന്താണെന്ന് വെച്ചാൽ ഓട്ടോണോമസിൽ ഫീ കൂടുതലുണ്ടോയെന്നാണ് പലരുടെയും ഡൗട്ട്. അങ്ങനെയൊന്നുമില്ല. ഗവൺമെൻറ് ഫീ, അതായത് എയ്ഡഡ് കോളേജസിൽ എന്താണ് മിനിമം ഫീ വാങ്ങുന്നത് അതേ ഫീ തന്നെയാണ് ഓട്ടോണമസ് കോളേജസിലും വരുന്നത്. എക്സ്ട്രാ ഫീയോ ഡൊണേഷനോ ഒന്നും തന്നെ അവിടെ വരുന്നില്ല. വ്യത്യാസം എന്താന്ന് വെച്ചാൽ എക്സാംസ് നടത്തുന്നതും അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും ആ കോളേജ് തന്നെയായിരിക്കും. അവർക്ക് അതിനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ ഓട്ടോണോമസ് കോളേജസ് എന്ന് പറയുന്നത്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ തന്നെയാണ്. അതായത് ഒരു യൂണിവേഴ്സിറ്റീനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കോളേജ് തന്നെയാണ്. അപ്പം മറ്റേത് എയ്ഡഡ് കോളേജിൽ നിങ്ങൾ ചേരുന്നതും പോലെ തന്നെയാണ് ഒരു ഓട്ടോണോമസ് കോളേജിൽ ചേരുന്നത്. പക്ഷേ അഡ്മിഷൻ അവർ സ്വന്തമായിട്ടാണ് നടത്തുക, എക്സാംസ് അവർ സ്വന്തമായിട്ട് നടത്തും, റിസൾട്ട് സ്വന്തമായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യും. ആ രീതിയിലായിരിക്കും അവിടുത്തെ, മീൻസ് കംപ്ലീറ്റ്ലി ഓട്ടോണോമസ് ആണ്, കംപ്ലീറ്റ്ലി അവരുടെ വിത്തിൻ ദ കോളേജാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പം അങ്ങനത്തെ പവറുള്ള കോളേജസിനെയാണ് ഓട്ടോണോമസ് കോളേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫറൂഖ് കോളേജിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതിനു മുന്നേ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ പ്ലീസ് ഷെയർ ദ വീഡിയോസ് ആൻഡ് ലൈക്ക് ദ വീഡിയോസ്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഫറൂഖ് കോളേജിൻ്റെ സൈറ്റ് ആയിട്ടുള്ള www.faroukcollege.ac.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് അഡ്മിഷൻ പോർട്ടലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അഡ്മിഷൻസിന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലെത്തും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്മിഷൻ 2021-22 ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ UG ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിൻ്റെ അഡ്മിഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഡിഗ്രി റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാലാണ് PG അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അഡ്മിഷൻ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഓരോ ഓപ്ഷനിൽ പോവാം. ഓക്കെ, ഇതാണ് കോമൺ അഡ്മിഷൻ പ്രോസസ് ക്യാപ്, അതായത് ഡിഗ്രി അഡ്മിഷൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന പേജ്. നമ്മൾ ആ ഫസ്റ്റ് പേജിൽ നിന്ന് റീഡയറക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള പേജാണ്. അപ്ലിക്കേഷൻ 29/7/2021 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ജൂലൈ 29. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 11. ഓക്കെ, 11/8/2021 5 PM വരെയാണ്. ഫസ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് 16 അപ്പോൾ ഇത്രയും ഡേറ്റ്സ് ഇവർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മറ്റ് ഡേറ്റ്സ്, സെക്കൻഡ് ലിസ്റ്റും ബാക്കി കാര്യങ്ങളും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് കാണാം. അപ്പം ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിൻ്റെ അഡ്മിഷൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 300 rupees ആണ്. ജനറൽ കാൻഡിഡേറ്റ്സിന് ഫീ വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് 150 rupees ആണ്. ഓക്കെ, അപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. മോഡ് ഓഫ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഡീറ്റെയിൽസ് ഒക്കെ ഇതവിടെ. ഓൺലൈൻ അഡ്മിഷൻ വരുന്നതൊക്കെ ഓഗസ്റ്റ് 17-18 ആ ഒരു ടൈമിലാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫീ നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. 300 rupees ആണ് ജനറൽ കാൻഡിഡേറ്റ്സിന്, SC/ST കാൻഡിഡേറ്റ്സിന് 150 rupees ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇനി ഈ ഒരു പേജിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകും. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അപ്ലിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ. പ്രോസ്പെക്ടസ് ലഭിക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ പ്രോസ്പെക്ടസ്, ഇൻഡെക്സിങ് റൂൾ. അപ്പോൾ ഇൻഡെക്സിങ് റൂൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അവിടെ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഇതാണ് ഇൻഡെക്സിങ് റൂളിൻ്റെ പേജ് വരുന്നത്. ഇൻഡെക്സിങ് റൂളിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ വന്നിട്ടുള്ളതാണ്. ജനറലായിട്ട് കുറേ പോയിന്റ്സ് ഉണ്ട്. അതായത് എല്ലാവർക്കും ബാധകമായ കുറച്ച് ഇൻഡെക്സിങ് റൂൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ജനറലി നോക്കണ്ട, പെർട്ടിക്കുലർലി നമ്മൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്.
അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. BA അറബിക്, ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, ഫങ്ഷണൽ ഇംഗ്ലീഷ്, മൾട്ടിമീഡിയ, സോഷ്യോളജി, BCom ഫിനാൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, then BSc ബോട്ടണി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സൈക്കോളജി, then ഇൻ്റഗ്രേറ്റഡ് MSc ജിയോളജി. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് 10 സെമസ്റ്റേഴ്സ് ആണ് വരുന്നത്. അതായത് 5 കൊല്ലം ഉണ്ടാവും. ഒരു റെഗുലർ ഡിഗ്രി PG എടുക്കുന്നത് പോലെ 3 കൊല്ലം ഡിഗ്രിയും 2 കൊല്ലം PG എന്ന രീതിയിലാണ് വരിക. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് 5 കൊല്ലമാണ്. പിന്നെ പല കുട്ടികളും ചോദിക്കാറുണ്ട് അതിൽ 3 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാൻ പറ്റുമോയെന്ന്. അങ്ങനെ സാധിക്കില്ല. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിന് കംപ്ലീറ്റ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടുള്ളൂ. പിന്നെ വരുന്നത് BSc സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി, വൊക്കേഷണൽ സബ്ജക്റ്റായ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ഇനി ഇൻഡെക്സിങ് റൂൾസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു കോഴ്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. എലിജിബിലിറ്റി ആദ്യം പറയുന്നുണ്ട്. നിങ്ങളെ +2 ആണ് പറയുന്നത്, HSC അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം പെടും. CBSE, ICSE അങ്ങനെ എല്ലാ ഇക്വലൻറ്റ് +2 ഡിഗ്രീസും എലിജിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻഡ് ഫോർ യുവർ പാർട്ട് 3 പ്ലസ് മാർക്സ് ഒബ്റ്റെയിൻഡ് ഫോർ ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പോൾ എന്താണ് ഈ ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത്? ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 90%, ചിലപ്പോൾ 100% മാർക്സ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ ആ ഒരു മാർക്ക് ആയിരിക്കില്ല നിങ്ങൾ ഒരു കോളേജിലേക്ക് ഡിഗ്രിക്ക് അഡ്മിഷന് എടുക്കുമ്പം കൺസിഡർ ചെയ്യുക. നിങ്ങൾ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അതൊന്നൊരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾ അഡ്മിഷൻ വരിക. അതായത് റാങ്ക് ലിസ്റ്റ് ഇടുമ്പം ആര് മുന്നിൽ വരണം എന്നുള്ളത് തീരുമാനിക്കുക ഈ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിസിലാണ്. അപ്പോൾ BSc ഫിസിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പാർട്ട് 3യിലുള്ള മാർക്സ്, പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മളിപ്പോൾ ഒരു സയൻസ് +2ൽ സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് ആ ഒരു പാർട്ടാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ഉണ്ടാവും, പിന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും, ആൻഡ് ദെൻ യു ഹാവ് ദ സയൻസ് സബ്ജക്ട്സ്. അപ്പോൾ ആ പാർട്ട് 3ൻ്റെ മാർക്സ് പ്ലസ് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്താ? ഫിസിക്സിൻ്റെ കേസിൽ ഫിസിക്സ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, BSc മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്തമാറ്റിക്സ്, ആ രീതിയിൽ ആ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ മാർക്കും കൂടി കൂട്ടിയാൽ എത്ര മാർക്സ് ആണ് വരുന്നത് അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ ആ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിസിലാണ് നിങ്ങളെ അഡ്മിഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡെക്സ് മാർക്കിംഗ് വരുന്നത്. ഇനി ഇവിടെ ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം എല്ലാവരുടെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ കുറേ പേർക്ക് ഒരേ ഇൻഡെക്സ് മാർക്ക് വരാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആര് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരും അതാണ് ടൈ ബ്രേക്ക്. അപ്പോൾ ടൈ ബ്രേക്കിൽ പറയുന്നത് ആദ്യം മെയിൻ സബ്ജക്റ്റിൽ കൂടുതൽ മാർക്കുള്ള കുട്ടിയായിരിക്കും മുന്നിൽ വരിക. അതായത് ഇപ്പം BSc ഫിസിക്സ് അപ്ലൈ ചെയ്തൊരു കുട്ടിക്ക് +2ൽ ഫിസിക്സിൻ്റെ മാർക്ക് കൂടുതലാണ് മറ്റു കുട്ടികളുടെക്കാളും എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ. പിന്നെ അടുത്തതായിട്ട് സബ്സിഡറി സബ്ജക്ട്സ് ആണ് നോക്കുക. അതായത് BSc ഫിസിക്സിന് കോംപ്ലിമെൻ്ററി ആയിട്ട് കെമിസ്ട്രി ആവാം, ദെൻ മാത്സ് ആവാം. കെമിസ്ട്രി, മാത്സ് എന്ന കാറ്റഗറിയാണ് ഫെറോ കോളേജിൽ വരുന്നത്. അപ്പോൾ ആ സബ്ജക്ട്സിൽ മാർക്ക് കൂടുതലുള്ള ആളെയാണ് പിന്നെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലിടുക. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇംഗ്ലീഷിൻ്റെ മാർക്ക് നോക്കും, പിന്നെ അടുത്തത് സെക്കൻഡ് ലാംഗ്വേജ് നോക്കും. അങ്ങനെ കുറേ ജനറൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ടൈ ബ്രേക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റുഡൻസ് സെയിം മാർക്കിൽ വരികയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. പിന്നെ നിങ്ങളുടെ വീണ്ടും ടൈ ബ്രേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിലിടും. അങ്ങനെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അത് ജനറൽ ക്രൈറ്റീരിയകളാണ്, അതായത് ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളും. പക്ഷെ അത്രയൊന്നും എത്താറില്ല. അതിനു മുന്നേ തന്നെ ഈ മെയിൻ സബ്ജക്റ്റിൻ്റെ മാർക്സും കോംപ്ലിമെൻ്ററി സബ്ജക്ട്സിൻ്റെ മാർക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഓർഡർ കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഇൻഡെക്സ് മാർക്സും ടൈ ബ്രേക്കിങ്ങും ഫെറോ കോളേജിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിലൊന്ന് കാണാം. അപ്പം ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസ്പെക്ടസ് ഇവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഡിഗ്രി പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സ് ഏതാണെന്നും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബി എ അറബിക്കിന് ഡ്വൽ കോർ, ബി എ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നുള്ള പ്രോഗ്രാമാണ്. അതിന് ഡ്വൽ കോർ, അതായത് ഈ 2 പേപ്പേഴ്സ് തന്നെ. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന് ജേർണലിസം ആൻഡ് ബ്രിട്ടീഷ് ഹിസ്റ്ററി ആണ് കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് വരുന്നത്. ബി എ മലയാളം ജേർണലിസം ആൻഡ് കേരള കൾച്ചർ. സോഷ്യോളജി സൈക്കോളജി ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി. മൾട്ടിമീഡിയ ജേർണലിസം. എക്കണോമിക്സ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി. മാത്തമാറ്റിക്സിന് ഫിസിക്സും സ്റ്റാറ്റിസ്റ്റിക്സും. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിന് മാത്തമാറ്റിക്സും അക്വേറിയൽ സയൻസ് സംതിങ് എൽസ് സോറി. കമ്പ്യൂട്ടർ സയൻസിന് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. സൈക്കോളജിക്ക് സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഹ്യൂമൻ ഫിസിയോളജി. ഫിസിക്സിന് മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി. കെമിസ്ട്രിക്ക് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ബോട്ടണി കെമിസ്ട്രി ആൻഡ് സുവോളജി. സുവോളജി കെമിസ്ട്രി ആൻഡ് ബോട്ടണി. Then BCom Finance, BBA Finance, BA Functional English, then BCom Computer Application, BSc Psychology, BVOC in Automobile, BVOC in Software Development. അപ്പം ഇവിടെ ചില കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ SF എന്ന് കാണാം. SF എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആണെന്ന്. അപ്പോൾ SF എന്ന് പറയുന്ന കോഴ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫീ കൂടുതലായിരിക്കും. സെൽഫ് ഫിനാൻസിങ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫീ കൊടുത്ത ആ കോഴ്സുകൾ പഠിക്കണം. അങ്ങനത്തെ കോഴ്സുകളാണ് സെൽഫ് ഫിനാൻസിങ് കോഴ്സസ്. അപ്പം നമ്മുടെ കോളേജ് എയ്ഡഡ് ആണെന്ന് വെച്ചിട്ട് ഈ കോഴ്സുകൾ എയ്ഡഡ് ആവണം അല്ലെങ്കിൽ ഗവൺമെൻറ് ആവണം എന്നൊരു ക്രൈറ്റീരിയ ഇല്ല. കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ് ആവാം, കോളേജ് എയ്ഡഡോ എന്തും ആവട്ടെ, എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് എന്തുമായാലും കോഴ്സസ് സെപ്പറേറ്റ് ആയിട്ട് സെൽഫ് ഫിനാൻസിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ലാസ്റ്റ് 17 to 21 കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സപ്പോസ് ദിസ് ഇസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, അവിടെ ഓരോ കാര്യങ്ങളും BA ഇംഗ്ലീഷിന് എത്ര ഇൻടേക്ക് ഉണ്ട്, അതായത് എത്ര സീറ്റ്സ് ഉണ്ട്, 40 സീറ്റ്സ് വരുന്നുണ്ട് BA ഇംഗ്ലീഷിന്. 6 സെമസ്റ്ററുള്ള കോഴ്സാണ്. എലിജിബിലിറ്റി +2 ഓർ ഇക്വലൻ്റ് ആണ്. അതുപോലെ തന്നെ PG PhD പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. PG PhD അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ എല്ലാ കോഴ്സ് ഡീറ്റെയിൽസും ഇവിടെ അവിടുത്തെ ഫാക്കൽറ്റി ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ലൈബ്രറി റൂൾസ്, കോളേജ് റൂൾസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും തന്നെ ഈ പ്രോസ്പെക്ടസിൽ ഉണ്ടാവും. ഓക്കെ, സോ ഇതൊക്കെയാണ് ജനറലായിട്ട് അപ്ലിക്കേഷന് ഉള്ള ഡീറ്റെയിൽസ്. ഇൻസ്ട്രക്ഷനും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പം ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ഫസ്റ്റ് UG അപ്ലിക്കേഷൻ രജിസ്റ്റർ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള മൊബൈൽ നമ്പേഴ്സും ഇമെയിൽ ID-യും നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആണ് അവിടെ കൊടുക്കേണ്ട ആവശ്യം വരിക. അപ്പം ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റായിട്ടെന്ന് വെച്ചാൽ ഈ ഒരു പേജ് നിങ്ങൾക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പേജിൽ തെറ്റുകളൊന്നും വരുത്താതിരിക്കുക. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന പേജിൽ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ID-യും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള നമ്പറും മെയിൽ ID-യും കൊടുക്കുക. കാരണം കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു ചാനലിൽ കൂടി ആയിരിക്കും വരിക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനായിട്ട് വരും, പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും. അപ്ലിക്കേഷൻ ഫീ നേരത്തെ പറഞ്ഞ പോലെ 300 rupees ആണ് ജനറൽ കാൻഡിഡേറ്റ്സിന്. SC ST കാൻഡിഡേറ്റ്സിന് 150 rupees ആണ്. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്സും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും അവൈലബിൾ ആണ്. പിന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. 180x160 പിക്സൽ ആണ് അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. സൈസ് വരുന്നത് മാക്സിമം 100 KB-യും. പിന്നെ ഫയല് JPG ഫോർമാറ്റിലും ആയിരിക്കണം. ഇനി പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുക. ഇത്രയുമാണ് പ്രൊസീജിയേഴ്സ് വരുന്നത്. ലാസ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ആണ് ഹാജരാക്കേണ്ടത്, അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്.
നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണം A4 സൈസിൽ. പിന്നെ നിങ്ങളുടെ +2 ക്വാളിഫിക്കേഷൻ മാർക്ക് ലിസ്റ്റ് വേണം, TC വേണം, കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം, അതായത് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. പിന്നെ ഇൻകം കമ്മ്യൂണിറ്റി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ്, അത് റിസർവേഷനൊക്കെ ഉള്ളവർക്ക് എലിജിബിൾ ആയവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോഴേ എടുത്തു വെക്കുക, ഈ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ. ബിക്കോസ് നമ്മൾ കുറേ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പോവാണ്. പല സ്ഥലത്തും ഇത് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് ആ പ്രൊസീജിയേഴ്സ് ചെയ്ത് തീർക്കുക. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ലൈക്ക് NCC, NSS, SPC, എക്സ് സർവീസ്മെൻ, ഡിഫറെൻ്റ്ലി ഏബിൾഡ്, ഇങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും റെഡിയാക്കി വെക്കാം. പിന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, വേറെ ഏതെങ്കിലും ബോർഡാണെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്സും വേണം. പിന്നെ ഇതൊക്കെ അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് കേട്ടോ, ഇപ്പോഴല്ല. പിന്നെ ഒരു 4 സ്റ്റാമ്പ് സൈസ് ഫോട്ടോസും ചോദിക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഫോട്ടോസ് അധികം എടുത്തു വെക്കുക. സ്റ്റാമ്പ് സൈസ് ആയാലും പാസ്പോർട്ട് സൈസ് ആയാലും ഒക്കെ കയ്യിൽ കരുതുക. കാരണം ഓരോ കോളേജസിൽ ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇനി സ്പോർട്സ് കോട്ട അപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് സോഫ്റ്റ് കോപ്പി, അതായത് നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുത്താൽ മതി. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്, ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് PDF ഫോർമാറ്റിൽ മെയിൽ ചെയ്യുക. മെയിൽ ചെയ്യാനുള്ള അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് മെയിൽ ചെയ്യേണ്ടത്. 11/8/2021 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, August 11th 5 മണി വരെ. അപ്പം സ്പോർട്സ് കോട്ട ആപ്ലിക്കേഷൻസ് അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഫറൂഖ് കോളേജിൻ്റെ അഡ്മിഷനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതേപോലെ മറ്റ് കോളേജസിൻ്റെ ഡീറ്റെയിൽസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം വിളിച്ച കോളേജസ് ആയതുകൊണ്ട് വളരെ ടൈറ്റ് ആയിരിക്കും അപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി ജനറലായിട്ട് യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കരുതാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.